ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രാമേശ്വരം ഇത് അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ദേവി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അന്ന് അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ഒരു ഫ്രണ്ടിലായിട്ടോ ഈ ഹോട്ടൽ വരുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ഫുഡിന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. അത്യാവശ്യം നല്ല ഹൈജീനിക്കാണ്. ബാക്കിയുള്ള അവിടുത്തെ ഹോട്ടലുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കൈയൊക്കെ വഴുകി ഇവിടെ സീറ്റ് വന്നിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് വരാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ടൈമൊക്കെ പോകുമല്ലോ. ആദ്യമേ അനിയനാട്ടോ വന്നിരുന്നത്. അപ്പോൾ അവനെ ഞാൻ നോക്കടാ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിന് ഇത് മെനു കാർഡ് വന്നു. മറ്റേത് മാമിയുടെ അനിയത്തിയുടെ മോനാട്ടോ അവൻ. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഇരുന്നാട്ടോ ഫുഡ് കഴിച്ചു. ഞാനും അമ്മ അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 പേരിക്കുന്ന സീറ്റ്. അപ്പോൾ അവനും കൂടെ വന്നിരുന്നു. ഞങ്ങളാണെങ്കിൽ ഓരോന്നിൻ്റെ റേറ്റൊക്കെ നോക്കി. വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മസാല ദോശ 80 രൂപയും അതിനുള്ള വർത്തായിട്ടുള്ള മസാല ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മയും അവനും ആണെങ്കിൽ പൂരി മസാലയായിട്ട് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മസാല ദോശത്തെ മസാലയെക്കാട്ടി പൂരി മസാല കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് എൻ്റെ കസിൻസൊക്കെ ആട്ടോ അവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടും അവൻ കഴിക്കുന്ന കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഒരു മസാലയും അതുപോലെ പൂരിയും ചേർത്തിട്ട് അതുപോലെ ഫുൾ കംപ്ലീറ്റ് കഴിച്ചായിരുന്നു. പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കഴിച്ചു. പിന്നെ ഗീതു അവനായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു. നല്ല സോഫ്റ്റ് മസാല ദോശയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചട്നി, സാമ്പാർ, തക്കാളി ചട്നിയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്.